മടവൂരി ശൈഖ് അള്ളാഹു അടുത്ത് ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ, CM വലിയുള്ള. അതിന് ഏറ്റവും കൂടുതൽ പറയാൻ അവകാശമുള്ളതാര്? CM വലിയുള്ളാന്റെ പേര് പറയാനും CM വലിയുള്ളാന്റെ മദ്ഹ് പറയാനും ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അധികാരവും അവകാശമുള്ള ആരെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ മഹല്ലിന്റെ ഖാദിക്ക് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി. നിങ്ങളെ മഹല്ലിന്റെ ഖാദിയാകുന്ന ഉസ്താദ് ജീവിതത്തിൽ CM വലിയുള്ളാനെ ബന്ധപ്പെട്ടതുപോലെ ഇന്നത്തെ ഒറ്റ ഒരാൾക്കില്ല, ഒരു മൊയിലാർക്കുമില്ല, ഒരു തങ്ങൾക്കുമില്ല, ഒരു സാധാരണക്കാരനുമില്ല, ഒരു കവലപ്രവാസകനുമില്ല, ഒരു ത്വരീഖത്ത് പറയുന്നവനുമില്ല, ഒരു ശരീഅത്ത് പറയുന്നവനുമില്ല. അതിൽ യാതൊരു സംശയവും. ഉസ്താദിന് അങ്ങനെയാണ് ബന്ധം. നിങ്ങളെ ഖാദിയാറല്ലേ, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോളി. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. വലിയ ബന്ധാണ്, വലിയ ബന്ധാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. ജീവിതത്തിൽ അങ്ങനെയാണ്. ഉസ്താദ് അങ്ങനെയൊന്നും അങ്ങനെ എടുത്തു പറയൂല. ഉസ്താദിന്റെ ബന്ധങ്ങൾ അങ്ങനെയാണ്. ജീവിതകാലത്ത് CM വലിയുള്ളാന്റെ നിർദ്ദേശമില്ലാതെ ഒറ്റൊരു വിഷയത്തിനും പോകില്ല. അവസാന കാലം മഹാനവറുകൾ വഫാത്താകുന്ന സമയത്തുള്ള ഒരു അനുഭവം ഞാൻ സാധാരണ പറയാറുണ്ട്. ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയാം. ഇവിടുത്തെ ഖാദിയാറായതുകൊണ്ട് ഇവിടുത്തെ ഖാദിയല്ലേ, നമ്മളെ മഹല്ലിന്റെ ഖാദി ഉസ്താദല്ലേ. ഉസ്താദ് അല്ലാഹു അവിടുത്തെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇന്നലെ കണ്ടിനെ ഉസ്താദിന്, ഇന്നലെ ഫോട്ടോ കണ്ടിനെ നിങ്ങളോ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അപ്പോ അവര് പേരൊന്നും നമുക്ക് അത്ര പിടുത്തല്ല. അപ്പോ അയാളെ പോയിട്ട് കാണുന്നു. വിഷയം നിന്റെ വിഷയം ആരെ വിഷയം? ഇവിടുത്തെ പേരെന്ത്? ബലാൽ. നാട്ടിന്റെ പേരെന്ത്? ഈ നാട്ടിന്റെ വിഷയത്തിന് വേണ്ടി പോയിനെ. ഇവിടെയുള്ള വഖഫ് സ്വത്തുക്കള് കളവ് പോകുന്നത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിട്ട് പോയിനെ. ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഉസ്താദ് പോയത്. നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഉസ്താദ് പോയത്. ആഭ്യന്തരമന്ത്രിന്റെ അടുക്കൽ രാജാവിനെ പോലെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഉസ്താദ് ഒരിക്കൽ മർക്കസ് തുടങ്ങി കുറെ കഴിഞ്ഞു. 10-15-20 വർഷം കഴിഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് മീറ്റിംഗ് കൂടി. മർക്കസിന്റെ കമ്മിറ്റിയിൽ ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു ഖാദി എന്ന രീതിയിലൊന്ന് പറയാം. ഇൻഷാ അല്ലാഹ് പിന്നെ കുറച്ച് സംസാരിച്ച് തങ്ങൾ വരുമ്പോൾ ഞാൻ നിർത്തും. അപ്പോ ഉസ്താദ് അവർകള് മീറ്റിംഗ് കൂടിയപ്പോ 1-2 കമ്മിറ്റിന്റെ ആൾക്കാർ പറഞ്ഞ്, നിങ്ങൾ ദുബൈയിലേക്കൊന്ന് പോകണം. എപ്പോ പോണം? ഒരു ദിവസം രാവിലെയാണിത്, നാളെ പോകണം. യഥാർത്ഥത്തിൽ ഉസ്താദ് ഗൾഫിൽ പോയിട്ട് നോമ്പ് ലാസ്റ്റിന് വന്നതാണ്. ഗൾഫിലൊന്നും വലിയ ടച്ചൊന്നുമില്ല ആ സമയത്ത്. എപ്പോ 1990 കാലഘട്ടങ്ങളിൽ. അപ്പോ നാളെ പോകണം. എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, ഇത്ര ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. ഒരു അറബിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴാണ് ഇവിടെ വിവരം കിട്ടിയത്. ഉസ്താദ് 1 മാസം അവിടെ അയാളെ കിട്ടാൻ വേണ്ടി കുറെ പണിയെടുത്തിന്, കുറെ പ്രവർത്തിച്ചിന്, കിട്ടിയിട്ടില്ല. വന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് വിഷയം കിട്ടിയത്. നാളെ നിങ്ങൾ പോകണം. ചെറിയ പെരുന്നാളിന്റെ പിറ്റേന്നും തോന്നുന്നു. ഉസ്താദ് പറഞ്ഞു, ഞാൻ പോയിക്കോളാം. എത്തി മക്കളെ വിഷയമല്ലേ, മുത്താലിമീങ്ങളെ വിഷയമല്ലേ. നിങ്ങളെ ഖാദിയാറായ ഉസ്താദ് ഇപ്പോടെ ഉണ്ട്. തിരികളൊക്കെ ഉണ്ടാ, മക്കളൊക്കെ ഉണ്ടാ, പുള്ളിയറൊക്കെ ഉണ്ടാ, ബത്തിലമാൻ അടക്കിയും തിന്നുകൊണ്ടുണ്ടാ. ഇപ്പൊ ദുബൈയിലുള്ളത് ഇപ്പോഴും ഓടുന്ന തന്നെ. മുണ്ടാതെ ഇരുന്നെങ്കിൽ റാഹത്താവട്ടെ. ഉമ്മത്തിന് വേണ്ടി ഓട്ടം തന്നെ, സമുദായത്തിന് ഓട്ടം. വയസ്സെത്രയായി? അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അങ്ങനെ നാളെ രാവിലെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നാളെ രാത്രി പോകണം. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പോയിക്കോളാം. 1 മാസം അയാളെ ട്രൈ ആയി കിട്ടിയില്ല അറബിനെ, നോക്കാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളെ പെർമിഷൻ കിട്ടി. ഒരാളെ പെർമിഷൻ കിട്ടി ഞാൻ പോവാം. അപ്പൊ ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പറഞ്ഞു, പാസ്പോർട്ട് ഞങ്ങൾ റെഡിയാക്കും, വിസ റെഡിയാക്കുന്നു, ടിക്കറ്റ് റെഡിയാക്കുന്നു, പിന്നാരെ പെർമിഷൻ. അതിനേക്കാളും വലിയൊരു പെർമിഷൻ വേണം. ഉസ്താദ് അവറുകൾ അപ്പം തന്നെ ഭക്ഷണം കഴിയോളം മീറ്റിംഗ് ആയി. ഉച്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് എവിടത്തേക്ക്? കോഴിക്കോടേക്ക്. ഖുത്ബുല്ലാലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുള്ളാന്റെ മുന്നിലേക്കാണ് മഹാനായ AP ഉസ്താദ്, ഈ റായത്തെ ഖാദിയായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇറങ്ങുന്നത്. കയ്യിൽ പാസ്പോർട്ടുണ്ട്,
കയ്യിൽ വിസയുണ്ട്, ബാക്കി ടിക്കറ്റുകളൊക്കെ ഉണ്ട്. എന്തിനാണ് സി എം വലിയുള്ളാന്റെ അടുക്കലേക്ക് പോകുന്നത്? സി എം വലിയുള്ളാനെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കാനാണ്, സി എം വലിയുള്ളാന്റെ ഒരു പൊരുത്തം വാങ്ങാനാണ്. അവിടെ പോയി വൈകുന്നേരം അസറിന്റെ സമയത്തെത്തി. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിൽ പോകേണ്ടത്. മഹാനായ ഉസ്താദ് അവറുകൾ എന്ത് ചെയ്തു? അവിടുന്ന് ഉസ്താദ് അവറുകൾ പോയി വൈകുന്നേരം നിൽക്കുമ്പോ ജനങ്ങൾ ക്യൂ ആയി നിൽക്കുകയാണ്, ആയിരക്കണക്കിന് കാത്തു നിൽക്കുകയാണ് ജനങ്ങള്. മഗ്രിബ് വരെ കാത്തു നിന്നു. ഉസ്താദിന് നിൽക്കാൻ സമയമില്ല. ഒന്നിച്ചുള്ള ആൾക്കാർ പറഞ്ഞു, മഗ്രിബായി മടങ്ങണ്ടേ, പെട്ടി റെഡിയാക്കണ്ടേ, ബാക്കിയുള്ള ഒരുക്കങ്ങൾ വേണ്ടേ, രാവിലെ തന്നെ യാത്ര പുറപ്പെടണ്ടേ. മഹാനായ ഉസ്താദ് പറഞ്ഞു, സി എം വലിയുള്ളാഹി മടവൂരിനെ കാണാതെ ഞാനേ ഇവിടുന്ന് മടങ്ങൂല. മഗ്രിബ് കഴിഞ്ഞു. നോക്കുമ്പോ സി എം വലിയുള്ള റൂം തുറക്കുന്നില്ല, അവിടുത്തെ വാതിൽ ഓപ്പൺ ആകുന്നില്ല, അവിടുത്തെ റൂം തുറക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞു, ഇശാഇന്റെ സമയമായി. ഇശാഇന്റെ സമയമായപ്പോഴും അവിടുന്ന് ജനങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല. ഒരു വല്ലാത്ത ഹാലത്തിലുള്ള സമയമാണ് സി എം വലിയുള്ള. അള്ളയുമായി കരഞ്ഞുകൊണ്ട് ദിക്റിന്റെ ലോകത്തിൽ നിൽക്കുന്ന സമയമാണിത്. ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ അടുത്തുള്ള പള്ളിയിൽ വന്ന് ഇശാ നിസ്കരിച്ച് ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒരാള് വന്നിട്ട് വിളിക്കുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വിളിക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വിളിക്കുന്നുണ്ട്. ഉസ്താദ് സലാം വീട്ടിയിട്ട് ഓടി അങ്ങട്ട് പോയി. നല്ല ചെറുപ്പമുള്ള സമയമാണ് ഉസ്താദ്. 1990 കാലഘട്ടങ്ങളിൽ, 91 കാലഘട്ടങ്ങളിലാണ്. ഉസ്താദ് അവറുകൾ എന്ത് ചെയ്തു? ഓടി അങ്ങട്ട് പോയി. നോക്കുമ്പോ ആരെയും കയറ്റുന്നില്ല. എത്രയോ ആലിമീങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, എത്രയോ തങ്ങന്മാർ കാത്തു നിൽക്കുന്നുണ്ട്, എത്രയോ പണക്കാര് കാത്തു നിൽക്കുന്നുണ്ട്, എത്രയോ പാവപ്പെട്ടവർ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ ഉസ്താദിന് മാത്രം അവിടെ നിന്ന് വിളി വന്നു, നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഉസ്താദ് മെല്ലെ പോയി. വാതില് മെല്ലെ, ചാരിയ വാതില് മെല്ലെ അങ്ങട്ട് തുറന്നു നോക്കുമ്പോ മഹാനവറുകൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ചാരിയിട്ട് തല ചാരി വെച്ചിട്ട് അങ്ങട്ട് ഇരിക്കുന്നുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളില് എന്തോ ഓർത്തിട്ടവിടെ നിന്ന് അങ്ങനെ ഇരിക്കുന്നു. ചുണ്ടുകൊണ്ട് എന്തോ ദിക്റ് ചൊല്ലുന്നു. ഉസ്താദ് മെല്ലെ പോയി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഉസ്താദിന് നല്ല പരിചയമുണ്ട്, ഉസ്താദിന് നല്ല അനുഭവമുണ്ട്, ഉസ്താദിന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ഉസ്താദ് എന്തിനാണ് പോകുന്നത്? മംഗലം വിളിക്കാനല്ല, പൈസ കടം വാങ്ങാനല്ല, ബിസിനസിനല്ല, മറിച്ച് യതീമക്കൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി നാളെ ഗൾഫിൽ പോകുമ്പോ ഒരു പാസ്പോർട്ട് ഒന്നും മന്ത്രിച്ച് കിട്ടാനാണ്, ഒരു ദുആ കിട്ടാനാണ് നിങ്ങളുടെ ഈ മഹല്ലിന്റെ ഖാദിയാകുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് പോയത്. സി എം വലിയുള്ളാന്റെ അടുക്കൽ പോയി സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ സലാം മടക്കി ഒരു മടക്കലാണ്. ഉസ്താദ് മെല്ലെ പാസ്പോർട്ട് മെല്ലെ എന്ത് ചെയ്തു? മുന്നിലേക്ക് വെക്കുമ്പോ ഒറ്റ പറച്ചിലാണ്, നിങ്ങൾ ഗൾഫിലേക്ക് യാത്ര പോകണ്ട, നിങ്ങൾ ഗൾഫിലേക്ക് യാത്ര പോകണ്ട, നിങ്ങളുടെ യാത്ര ഒന്ന് നീട്ടണം എന്ന രൂപത്തിൽ പറയുകയാണ്. ഉസ്താദൊന്നും മിണ്ടിയില്ല. മഹാനായ സി എം വലിയുള്ള പറഞ്ഞു, പോയിക്കോളി, ഇവിടെ നിൽക്കേണ്ടതില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. ഉസ്താദ് മെല്ലെ ഇറങ്ങി വന്നു. കൂടെ ഉള്ളവർ അത്ഭുതപ്പെട്ടു. മർക്കസിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി അടിയന്തരമായി. അവർ പറഞ്ഞു, അത് പറ്റൂല, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസുകളും ഉള്ളതാണ്, അതുകൊണ്ട് നാളത്തെ ഗൾഫ് യാത്ര മുടക്കാൻ പാടില്ല. സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, ലക്ഷങ്ങൾ എനിക്ക് വിലയല്ല, കോടികൾ എനിക്ക് വിലയല്ല, പൈസ എനിക്ക് വലുതല്ല, എനിക്ക് വലുത് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരിയാണ്. അവരെ ഞാൻ അറിഞ്ഞതാണ്, അവരെ വാക്കുകൾ ഞാൻ അറിഞ്ഞതാണ്, അവരെ ഹാലുകൾ ഞാൻ അറിഞ്ഞതാണ്. ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബഅൻ വതബിഅൻ ലാ തഅദില. മുത്തുനബിയുമായി ഇത്ര ബന്ധമുള്ള ഒരാൾ
ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഉസ്താദ് പറയുകയാണ്. അതുകൊണ്ട് മടവൂര് ശൈഖ് യാത്ര ഡിലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ, യാത്ര നീട്ടണമെന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര നീട്ടിക്കോളൂ. അറബികൾ പോകട്ടെ, ലക്ഷങ്ങൾ പോകട്ടെ, എൻ്റെ ഹൈക്കമാൻഡ് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി തങ്ങളാണ്. ഉസ്താദ് ഗർജിച്ച് പറയുമ്പോ പിന്നെ ആരും മിണ്ടിയില്ല. ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് അങ്ങട്ട് നീട്ടി. എല്ലാവർക്കും ബേജാറായി. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ നാട്ടിലെ ഖാദിയാറായ ഉസ്താദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോ ഉസ്താദിന്റെ കാന്തപുരത്തുള്ള വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഉസ്താദ് ഫോണുമെല്ലാം അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുമ്പോ വിഷയം കിട്ടുന്നു. ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി മരണപ്പെട്ടു എന്ന്, CM വലിയുള്ള മരണപ്പെട്ടു എന്ന് 2 ദിവസം കഴിയുമ്പോ വിവരം കിട്ടുകയാണ്. ശൈഖുന ഉസ്താദ് കരഞ്ഞുപോയി. അവിടുത്തെ എല്ലാ വിജയവും അങ്ങനെയല്ലേ. ഹഫിയത്ത് കുറഞ്ഞ് വിരളനങ്ങുന്നില്ല, കൈകളനങ്ങുന്നില്ല, കാലുകളനങ്ങുന്നില്ല, ബ്രെയിൻ അനങ്ങുന്നില്ല. എല്ലാ ഡോക്ടർമാരും, യൂറോപ്പിലെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി ജീവിതത്തിലേക്ക് ഈ ബോഡി മടങ്ങൂല, ഈ കണ്ണ് തുറക്കൂല, ഈ ബ്രെയിൻ അനങ്ങൂല. പക്ഷെ പിന്നെ ഉസ്താദ് അവர்கள் അത്ഭുതത്തോടെ തിരിച്ചു വരുന്നതല്ലേ കണ്ടത്. അതെന്താണ്? CM വലിയുള്ളാന്റെ നോട്ടമുള്ള ആളായതുകൊണ്ടാണ്, ഔലിയാക്കളെ നോട്ടമുള്ള ആളായതുകൊണ്ടാണ്, വടകര മമ്മദാജി തങ്ങളെ നോട്ടമുള്ള ആളായതുകൊണ്ടാണ്, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ നോട്ടമുള്ള ആളായതുകൊണ്ടാണ്, ഞണ്ടാടി ശൈഖിന്റെ നോട്ടമുള്ള ആളായതുകൊണ്ടാണ്. ഇന്ന് ഏത് മശായിഖന്മാരെ വിഷയന്മാര് പറയുമ്പോഴും, ഏത് ഔലിയാക്കളെ വിഷയം പറയുമ്പോഴും, ഏത് ശരീഅത്ത് പറയുമ്പോഴും, ഏത് ത്വരീഖത്ത് പറയുമ്പോഴും, കഴിഞ്ഞ കാലത്തിലുള്ള മുഴുവൻ ത്വരീഖത്തിന്റെ മഹാന്മാരുമായി ബന്ധപ്പെടാൻ ഭാഗ്യം ലഭിച്ച സമകാലിക ലോകത്തുള്ള ഏറ്റവും വലിയ പണ്ഡിത പ്രഗൽഭന് സുൽത്താനുൽ ഉലമ ഉസ്താദ് അല്ലാതെ വേറെ ആരുമില്ല. ശരീഅത്ത് ഉസ്താദിനെ طريقة أستاذنا ريام فشريعة أخذ بدين الخالق وقيامه بالأمر والنهي انجلا وطريقة أخذ بأحبتك البرع وعزيمة كرياضة متبتلا. شيخنا سلطان العلماء ഉസ്താദ് ഫോൺ കോൾ കിട്ടിയപ്പോൾ വീണുപോയി, അല്ലെങ്കിൽ തളർന്നുപോയി. ഒരു അംബാസഡർ കാർ പിടിച്ചിട്ട് കോഴിക്കോട്ടേക്ക് പോകുമ്പോ കണക്കിന് ജനങ്ങളുണ്ട്. ബഹനായ CM വലിയുള്ളാഹി മടവൂരിന്റെ ജനാസ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. വലിയ വലിയ ഔലിയാക്കളുണ്ടവിടെ, മഹാന്മാരുണ്ടവിടെ, മശായിഖന്മാരുണ്ടവിടെ, ഒരുപാട് സ്വാലിഹീങ്ങളുണ്ടവിടെ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ടവിടെ. ശൈഖുനാ ഉസ്താദ് അവറുകള് ഈ മഹല്ലിന്റെ ഖാദിയാകുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് മഹാനായ CM വലിയുള്ളാന്റെ ജനാസന്റെ മുന്നിൽ പോയി അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. CM വലിയുള്ളാന്റെ നെറ്റി ചുംബിക്കുകയാണ്. അവിടുത്തെ കൂടെ എത്ര സമയമാണ് ഉസ്താദ് ജീവിച്ചത് നിങ്ങളറിയോ? എത്ര രാത്രിയാണ് പാർത്തതറിയോ? എത്ര കൂടെ യാത്ര ചെയ്തത് നിങ്ങൾക്കറിയോ? CM വലിയുള്ളാഹ് AP എന്ന് പറയുമ്പോൾ സന്തോഷം പറഞ്ഞത് എത്രയാണെന്ന് അനുഭവത്തിലുള്ള പലരും പറഞ്ഞിട്ടില്ലേ? ആ CM വലിയുള്ളാന്റെ വാക്കൊരാൾക്ക് പറയണമെങ്കിൽ അത് സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കവച്ചു വെച്ചിട്ടുള്ള ഒരു വാക്ക്. അത് CM വലിയുള്ള പൊരുത്തപ്പെടൂല. CM വലിയുള്ളാന്റെ ഖബറിലേത് പൊരുത്തപ്പെടൂല. ഉസ്താദിനെ നമ്പരപ്പെടുത്തുന്ന, ഉസ്താദിനെ മോശപ്പെടുത്തുന്ന ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പരപ്പെടുന്നത് അത് മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി തങ്ങളാണ്. അനുഭവങ്ങളാണ് പറയുന്നത്. ആ ഖബർ, ആ മയ്യത്തിന്റെ മുന്നിലേക്ക് പോയി, ആ ജനാസന്റെ മുന്നിൽ പോയി ഉസ്താദ് കരയുകയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? യാസീൻ ഓതി ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് CM വലിയുള്ളാഹിനെ സിയാറത്ത്, CM വലിയുള്ളാഹിന്റെ കൂടെ ഖിദ്മത്ത് ചെയ്ത, CM വലിയുള്ളാഹിക്ക് വെള്ളം കൊടുത്ത, CM വലിയുള്ളാഹിക്ക് ഭക്ഷണം കൊടുത്ത, CM വലിയുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത ഒരാളുണ്ട് അവിടെ. ഒരു മൂപ്പൻ എന്ന് പറയുന്ന ഒരാള്, അയാൾ AP ഉസ്താദിന്റെ മുന്നിൽ വരികയാണ്. ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഉസ്താദിനോട് പറഞ്ഞു, ശൈഖുന എല്ലാം പോയല്ലോ, നമ്മുടെ ശൈഖുന പോയല്ലോ എന്ന്. CM വലിയുള്ള പോയതിനെ കുറിച്ച് പറയുമ്പോ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് ചോദിച്ചു, എന്തേ ആഫിയത്ത് കൂടുതൽ വഷളായിരുന്നോ? എന്തെങ്കിലും കൂടുതൽ അസുഖമുണ്ടായിരുന്നോ?
നിങ്ങളിവിടെ ഉണ്ടായിട്ടില്ലേ? എന്നെ എന്താ വിളിക്കാത്തത്? ഞാൻ രാത്രി വരുമായിരുന്നല്ലോ, എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. ഉസ്താദ് ഇന്നലെയെല്ലാം ഇനിയാണ് പോയതാണ്, എങ്കിലും മരണസമയത്തില്ലാത്തതിന്റെ ഒരു നമ്പരും ഉസ്താദ് പറയുകയാണ്. അപ്പോഴാണ് ഈ മൂപ്പൻ എന്ന് പറയുന്ന ആള് പറയുന്നത്, ഓ AP ഉസ്താദേ, ഇന്നലെ നിങ്ങൾ വന്ന പോലെയല്ല, നല്ല റാഹത്തിൽ നല്ല ആഫിയത്തിലുണ്ട്. രാത്രി ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞു, കുളിച്ച് ഫ്രഷായി. ഒന്ന് ഉളൂഹ് ചെയ്യണമെന്ന് പറഞ്ഞു, ഉളൂഹ് ചെയ്ത് ഫ്രഷായി. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ, ഇപ്പോഴും വെള്ളിയാഴ്ച രാവ് മടവൂരിൽ പോയാൽ ഒരു മഞ്ഞച്ചോറ് കൊടുക്കാറുണ്ട്. ആ മഞ്ഞച്ചോറ് അന്നത്തെ രാത്രി ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അവര്. ഞങ്ങളോടൊരു മഞ്ഞച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞു, എന്നിട്ടൊരു മജ്‌ലിസ് ഉണ്ടാക്കാൻ പറഞ്ഞു. 1-2 വസിയത്തുകൾ പറഞ്ഞു. ആ വസിയത്തുകളുടെ കൂട്ടത്തിൽ മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി ഞങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, AP അബൂബക്കർ മുസ്ലിയാർ ഗൾഫിലേക്ക് പോയിനാ? ചോദിച്ച ഭാഷ വേറെയാണ്. AP അബൂബക്കർ മൊയ്ലാർ വിദേശത്തേക്ക് പോയിനാ? CM വലിയുള്ള ആ രാത്രി ചോദിച്ച, മരണത്തിന്റെ തലേനാൾ രാത്രി ചോദിച്ച ചോദ്യമാണ്. ഇവരോട് ചോദിച്ചു CM വലിയുള്ള AP അബൂബക്കർ മുസ്ലിയാര്, അതായത് ഈ മഹലിന്റെ ഈ നാടിന്റെ ഖാദിയാകുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കുറിച്ചാണ്. കറാമത്തിന്റെ ഉടമയായ മഹാനായ ദുനിയാവ് മുഴുവനും വേണ്ട, ഭൗതികം വേണ്ട, സന്തോഷം വേണ്ട, കുടുംബം വേണ്ട. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ലിഅലലികൈ അറാക. എല്ലാം മാറ്റിയിട്ട് റബ്ബിലേക്ക് അടുത്ത് ദിക്ർ ധാരാളം ചൊല്ലിയ മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി നിങ്ങളോട്, ഈ നാട്ടുകാരോട് പറയുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നവരല്ലേ, ഇവിടെ മഹാന്മാരില്ലേ, നിങ്ങളോടും പറയുന്നു, ഇവിടെ ഒരു വലിയ മഹാനുണ്ട് നമ്മുടെ നാട്ടിൽ. ആരാണത്? അത് ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന ആളാണ്. ഉള്ളാളത്ത് സമ്മേളനം നടക്കുമ്പോൾ, സനദ് ദാനം നടക്കുമ്പോൾ സ്റ്റേജ് കെട്ടുന്ന സ്ഥലത്തിന്റെ നേരെ അപ്പുറഭാഗത്തൊരു ഖബറുണ്ട്, അവിടെ ഒരു മഖബറയുണ്ട്. അതാരുടെ മഖബറയാണ്? ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി CM വലിയുള്ളാന്റെ ശൈഖിന്റെ മഖബറയാണത്. അത് മുഹയ്യിദ്ദീനുൽ ബഡ്കലി എന്ന് പറയുന്ന വലിയ കാര്യമായ ഒരു മഹാനാണ്. അവിടെ സിയാറത്ത് ചെയ്തോ, ഉള്ളാളത്ത് പോയാൽ മദനി തങ്ങളെ സിയാറത്ത് ചെയ്താൽ, മുഹയ്യിദ്ദീൻ ബാബനെ സിയാറത്ത് ചെയ്തോ, ആ മുഹയ്യിദ്ദീൻ ബാബയാണ് ഈ മടവൂർ ശൈഖിനെ ഈ ദർജയിലേക്ക് എത്തിച്ചത്, ഈ സോപാനത്തിലേക്ക് എത്തിച്ചത്, ഈ സ്ഥാനത്തിലേക്ക് എത്തിച്ചത്. അതൊക്കെ പറഞ്ഞങ്ങ് നീണ്ടുപോകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഉസ്താദ് അവറുകളോട് ഇയാള് പറയുന്നത് എവിടെന്നാണ്? CM വലിയുള്ളാന്റെ ജനാസന്റെ മുന്നിലാണ്, മയ്യത്തിന്റെ മുന്നിലാണ് പറയുന്നത്. ഇന്നലെ പാതിരാ സമയത്ത് ഞങ്ങളോട് ചോദിച്ചു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് വിദേശത്തേക്ക് പോയിനാ, ഗൾഫിലേക്ക് പോയിനാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു അറിയൂല. അപ്പോഴാണ് ഞങ്ങളോട് CM വലിയുള്ള വന്ന് പറഞ്ഞത്, മഹാനായ മടവൂർ ശൈഖ് വന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ CM വലിയുള്ള ഞങ്ങളോട് പറഞ്ഞത്, അയാളെ എനിക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ CM വലിയുള്ള പറഞ്ഞു, മൗത്തിന്റെ മണം എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്, മരണത്തിന്റെ മണം എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ഈ രാത്രി കഴിഞ്ഞാൽ ഞാൻ അള്ളാന്റെ റഹ്മത്തിലേക്ക് മടങ്ങും. അങ്ങനെ അള്ളാന്റെ റഹ്മത്തിലേക്ക് മടങ്ങിയാൽ പറയുന്നത് ആരാണ്? ഒരു ലാട്ടുപോട്ട് ഒരാളല്ലല്ലോ, ഒരു ബിസിനസ്സുകാരനല്ലല്ലോ, ഒരു മുതലാളിയല്ലല്ലോ, ഒരു സാധാ പണ്ഡിതനല്ലല്ലോ, ഒരു സാധാ ആളല്ലല്ലോ, മറിച്ച് ജീവിതത്തിൽ കറാമത്ത് കാണിച്ച് അള്ളാഹുവിലേക്ക് മുഴുവനും സമർപ്പിച്ച CM വലിയുള്ളാന്റെ പറച്ചിലാണ്, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിക്കാൻ എന്റെ പരിശുദ്ധമായ ശരീരത്തിനെ കഴുകാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാകണം. മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഖാദിയാണിത്, നിങ്ങളെ മഹലിന്റെ ഖാദിയാണ്. മഹാനായ CM വലിയുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാനാണ്. ഉസ്താദിന്റെ പിന്നിൽ
നിന്ന് പ്രവർത്തിച്ചോ, ഉസ്താദിനെ അംഗീകരിച്ചോ, അള്ളാഹു നമുക്ക് CM വലിയുള്ളാന്റെ കൂടെ സ്വർഗം തരും. യാതൊരു സംശയവും അതിൽ വേണ്ട. മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് ഞാൻ ഇത്ര ആവേശത്തോടെ പറയുന്നത് യൂട്യൂബുകളുടെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എന്നെ പോലെ മുണ്ടാസ് കെട്ടിയവർ തന്നെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്ര സീരിയസ് ആയി പറയുന്നത്. നമ്മളത് നോക്കണ്ട, നമ്മളത് കാണണ്ട, നമ്മളത് കേൾക്കണ്ട, നമ്മൾ ആ ചതികളിലൊന്നും പെടണ്ട. കാണുന്നത് ഹറാമാണ്, കേൾക്കുന്നത് ഹറാമാണ്. ഉസ്താദിനെ നമ്പലപ്പെടുത്തിയാൽ വടകര വലിയുള്ളാക്ക് അത് പൊരുത്തമാവില്ല, മഹാനായ CM വലിയുള്ളാക്ക് അത് പൊരുത്തമാകില്ല, അവേലത്തു തങ്ങളുപ്പാപ്പക്ക് പൊരുത്തമാകില്ല, താജുൽ ഉലമക്ക് അത് പൊരുത്തമാവില്ല. അങ്ങനെയുള്ള പ്രഭാഷണം യൂട്യൂബിൽ കേട്ടാൽ താജുൽ ഉലമന്റെ മനസ്സ് നമ്പലമാകും, അതിൽ യാതൊരു സംശയവും വേണ്ട. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിനോട് അവിടെയുള്ള മുഅ്മിനീങ്ങളും അവിടെയുള്ള CM വലിയുള്ളാന്റെ മുഹിബ്ബീങ്ങളും മുരീദന്മാരും പറഞ്ഞത്, അവിടുന്ന് രാത്രി പറഞ്ഞു, എന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ടാകണം, എന്നെ കഫൻ ചെയ്യാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ടാകണം, എന്നെ മയ്യത്ത് കൊണ്ടുപോകാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ടാകണം, എന്റെ മേലിൽ ആദ്യമായി ഖുർആൻ ഓതാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ടാകണം. ഉസ്താദ് കരയുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ, ഏത് വിഭാഗത്തിനോടും അന്വേഷിച്ചോളൂ. മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ള വഫാത്താകുമ്പോൾ കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ഈ മഹല്ലിന്റെ ഖാദിയായ സുൽത്താനുൽ ഉലമ ഉസ്താദാണ്. അവിടുന്ന് കഫൻ ചെയ്തത് ഈ നാട്ടിന്റെ ഖാദിയായ സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ്. അതുപോലെ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ്, അവിടുത്തെ ദർജ നീ ഉയർത്തണം അല്ലാഹ്. വലിയ ആലിമാണ്, വലിയ മഹാനാണ്. എല്ലാവരോടും പറയുന്നത് സംഘടനകളുണ്ട്, സംശയമില്ല. ഞാനൊരു സംഘടനയുടെ ആളാണ്, ഞാനൊരു SYSന്റെ പ്രവർത്തകനാണ്, ഞാനൊരു SYSന്റെ മെമ്പറാണ്. പക്ഷെ എല്ലാവരോടും പറയുന്നത് ഗ്രൂപ്പിന്റെ പേരിലോ സംഘടനന്റെ പേരിലോ ഒരാലിമിനെയും ചീത്ത പറയാൻ പാടില്ല. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഞങ്ങളുടെ ജില്ലാ SYSന്റെ കീഴിലുള്ള സിയാറത്ത് യാത്ര പോയപ്പോൾ ഞങ്ങൾ സിയാറത്ത് ചെയ്തത് ശംസുൽ ഉലമ EK ഉസ്താദിനെയാണ്, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയാണ്, നമ്മളൊരു ആലിമിനെയും പറയണ്ട, നമ്മളൊരു തങ്ങന്മാരെയും പറയണ്ട, നമ്മളൊരു മഹാന്മാരെയും പറയണ്ട, നമ്മളൊരു മശായിഖന്മാരെയും അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്, അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ, അവർ സയ്യിദാണ്, അവർ ആലിമാണ്, അവർ മഹാനാണ്. അവിടുത്തെ ആഫിയത്തിന് വേണ്ടി സംഘടനകൾ വ്യത്യസ്തമായി നിങ്ങൾ ദുആ ചെയ്യണം. ഇവിടെ കാണുന്നില്ലേ ബിദ്അത്തുകൾ വളർന്നു വരുമ്പോ പിന്നെയും ഗ്രൂപ്പും പാർട്ടിയും പിടിച്ചിട്ട് കളിക്കലല്ല, അത് കളിക്കലല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്തിലൊക്കെട്ടായി നിൽക്കണം. ഇന്നലെ മുഖാമുഖം നടന്നു, അൽഹംദുലില്ലാഹ്. അവിടെ എന്ത് ചെയ്തു? വിഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് മഹാനായ പാത്തൂർ ഉസ്താദാണ് ദുആ ചെയ്യാൻ മുടിപ്പിലുണ്ടായത്. അലവി സഖാഫിയും തോക്കെ സഖാഫി ഉസ്താദും അവിടെ പ്രഭാഷണം നടത്തുകയാണ്. 2 വിഭാഗത്തിന്റെ ആലിമീങ്ങൾ നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അത് നമുക്ക് വളരെ പെട്ടെന്ന് കാണണം. 2 സംഘടനയിലുള്ള ആലിമീങ്ങളൊക്കെട്ടായി എല്ലാ മഹല്ലിലും അങ്ങനെ വരണം. 2 ദിവസം മുമ്പ് NT ഉസ്താദിന്റെ മകനും വഹാബ് സഖാഫി മമ്പാടും 2 വിഭാഗത്തിലുള്ള ആലിമീങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകുകയാണ്, ഈ ദീനിന് വേണ്ടി നേതൃത്വം നൽകുകയാണ്. അങ്ങനെയുള്ള ഒരു ഐക്യത്തിന്റെ ഒക്കത്തിന്റെ ശബ്ദങ്ങൾ നമ്മുടെ നാടുകളിൽ വരണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവിടുന്ന് എന്ത് ചെയ്തു? CM വലിയുള്ള വഫാത്തായപ്പോ കുളിപ്പിച്ചു, അവിടുന്ന് കഫൻ ചെയ്തു. അവിടുന്ന് മർക്കസിന്റെ ആംബുലൻസിലാണ് CM വലിയുള്ളാന്റെ സഖാഫി ഉസ്താദൊക്കെ ഈ വേദിയിലുണ്ട്. അവർക്ക് പഴയ സഖാഫികളാണ്. ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഉസ്താദിനെ കൊണ്ടുവന്നത് എങ്ങനെയാണ്, മടവൂർ ശൈഖിനെ കൊണ്ടുവന്നത് എങ്ങനെയാണ്. ഇന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ യാസീൻ ഓതുന്നുണ്ട്. ആദ്യം ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് നിങ്ങളെ ഖാദിയക്കാണ്, നിങ്ങളെ ഖാദിയാറായ ഉസ്താദിനാണ്. CM വലിയുള്ളാന്റെ ശറഫാക്കപ്പെട്ട ആ ജനാസ അങ്ങോട്ട് താഴ്ത്തുമ്പോൾ ഫാത്തിഹ ഓതാൻ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇന്ന് യാസീനും ഫാത്തിഹയും ഓതുമ്പോ അതിന്റെ ക്രെഡിറ്റ് ഉസ്താദിന് കിട്ടും. തുടങ്ങിയത് അവരാണ്, ആദ്യത്തെ സിയാറത്ത് തുടങ്ങിയത് അവരാണ്. അവിടെ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ശംസുൽ ഉലമ ഉസ്താദ് ഉണ്ടായിരുന്നു, അവിടെ താജുൽ ഉലമ ഉസ്താദ് ഉണ്ടായിരുന്നു, അവിടെ വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. നീ അവരെ ദർജകളൊക്കെ ഉയർത്തണം അല്ലാഹ്.